ഹിന്ദുത്വത്തിനെതിരെ വിളിച്ച മുദ്രാവാക്യം ഹിന്ദുസ്ഥാനെതിരെയാക്കി മാറ്റി എസ്ഐഒ പ്രവർത്തകരെ രാജ്യദ്രോഹികളാക്കാൻ പോലീസ് നീക്കം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ പോലീസ് നടപടിക്കെതിരെ മാർച്ച് നടത്തിയ എസ്ഐഒ പ്രവർത്തകർക്കെതിരായ എഫ്ഐആറിലാണ് പോലീസ് വ്യാജ ആരോപണങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളാക്കാൻ ശ്രമിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ കമ്മീഷണർക്ക് നിവേദനം നൽകി. ശനിയാഴ്ച കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ ഡൗൺ ഡൗൺ ഹിന്ദുത്വ എന്ന മുദ്രാവാക്യമാണ് എസ്ഐഒ പ്രവർത്തകർ വിളിച്ചത്. സംഘപരിവാർ പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വത്തിനെതിരായ പ്രതിഷേധം പോലീസ് എഫ്ഐആറിൽ ഡൗൺ ഡൗൺ ഹിന്ദുസ്ഥാൻ എന്നായി മാറി. ഇത് സംബന്ധിച്ച് കോഴിക്കോട് ടൗൺ എസ്ഐ രജീഷിനോട് അന്വേഷിച്ചപ്പോൾ ഹിന്ദുത്വത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കേണ്ട ആവശ്യമെന്ത് എന്ന ചോദ്യമായിരുന്നു മറുപടി. പ്രവർത്തകർ വിളിച്ചത് ഡൗൺ ഡൗൺ ഹിന്ദുസ്ഥാൻ എന്നു തന്നെയെന്ന് കോടതിയിലും പോലീസ് ആവർത്തിച്ചു. എങ്കിൽ IPC 153 പകരം മതസ്പർദ്ധ വളർത്തിയതിന് 153A ചുമത്തുമോ എന്ന് വ്യക്തമാക്കാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്തവരുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും വ്യാജ കേസുകൾ ചുമത്തുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് കമ്മീഷണർക്ക് നിവേദനം നൽകി. പോലീസ് നടപടിയെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ ഒരിക്കലും ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്ന് വിളിച്ചിരുന്നില്ല. വ്യാജ ആരോപണമാണ് പോലീസ് കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്നത്. ഇത്തരമൊരു നിലപാടിന് കേരള ഗവൺമെൻറ് UDF ഗവൺമെൻറ് അനുകൂലമാണോ എന്ന കാര്യം വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മോഡി സർക്കാരിനെതിരെ നടത്തിയ ഒരു സ്വാഭാവികമായ ജനാധിപത്യപരമായ പ്രതിഷേധ പ്രകടനത്തെ കേരള പോലീസ് നേരിട്ടത് തീർത്തും വർഗീയമായ സമീപനത്തോടുകൂടിയാണ്. സംഭവത്തെക്കുറിച്ച് സ്വതന്ത്രാന്വേഷണം നടത്തുമെന്ന് കമ്മീഷണർ സംഘത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്.